10, 11, 12, 2, 3, 2, 1. നമസ്കാരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഓട്ടം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രകൃതി സംരക്ഷണത്തിനായി എല്ലാവരും കൈകോർക്കൂ എന്ന മുദ്രാവാക്യവുമായാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തൃശ്ശൂർ പുഴയ്ക്കലിലെ 6 കിലോമീറ്റർ ദൂരത്തിലാണ് ഓട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ്റെ നേതൃത്വത്തിലാണ് ഓട്ടം. ഇന്ന് ജൂൺ 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. ഇപ്പോൾ പ്രകൃതി സംരക്ഷിക്കാതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ജില്ലയിലും സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് ഈ ഒരു നേച്ചർ റണ്ണെന്ന് ചേർന്നിട്ട് നമ്മൾ നടത്തുന്നത്. എൻഡുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശ്ശൂരുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു റണ്ണ് നടത്തുന്നത്. പ്രധാനമായിട്ടും പ്രകൃതിയോട് ചേർന്നിട്ടുള്ള ഒരു റണ്ണാണ്. നമ്മൾ പ്രതീക്ഷിച്ച് നല്ല മഴയും ചെളിയൊക്കെ ആയിരിക്കും എന്നാണ്, പക്ഷേ ഇന്നത്തെ ദിവസം മഴയില്ല. ഇത് പ്രധാനമായിട്ട് ഈ പുഴയ്ക്കൽ തുടങ്ങിയിട്ട് കുറിഞ്ഞാക്കൽ ഭാഗം കഴിഞ്ഞ് പുല്ലഴി വരെ പോയിട്ട് ഏകദേശം 6 കിലോമീറ്ററാണ് ഈ റണ്ണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയ എല്ലാവർക്കും പരിചയപ്പെടുത്തുക എന്നുള്ളതും നമ്മൾ ഫ്യൂച്ചറിൽ ഇവിടെ ടൂറിസമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ഈ ഒരു റണ്ണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഏകദേശം 50ഓളം റണ്ണേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അല്ല, നമ്മൾ ഫിറ്റ്നസ്സും മറ്റ് ലഹരിക്കെതിരെയുള്ള ആക്ടിവിറ്റീസും നമ്മൾ വിധങ്ങളായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് തന്നെ ആക്കേണ്ടതായിട്ടുള്ള ഒരു സന്ദേശവും കൂടെ ഈ ഒരു റണ്ണിനുണ്ട്. മനോഹരമായിരുന്നു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടന്ന തൃശ്ശൂരിൻ്റെ മഹത്തായിട്ടുള്ളൊരു പ്ലേസാണ് ഈ പുഴയ്ക്കൽ പാഡി ഫീൽഡ് ആൻഡ് ഇതിൻ്റെ ബണ്ട് റോഡ് റണ്ണ്. വളരെ മനോഹരമായിരുന്നു. കളക്ടർ അതിന് നേതൃത്വം നൽകി. ഈറ്റ് എന്ന കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾ ഇതിനെ കണ്ടക്ട് ചെയ്തത്. വളരെ മനോഹരമായിരുന്നു. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റും പരിസ്ഥിതിയും നിറഞ്ഞ വളരെ മനോഹരമായിട്ടുള്ള. നേരത്തെയും ഇതുപോലുള്ള പല റണ്ണുകളിലും പങ്കെടുത്തു. പക്ഷേ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഈ ദിവസം ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ടല്ലോ. വളരെ പ്രകൃതി നമുക്ക് വളരെ അനുഗ്രഹീതമായിട്ട് നിലനിന്നു. നമുക്ക് കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു സ്കൂൾ ഡേ ആയതുകൊണ്ടും കുട്ടികളെ കോളേജിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് എന്നാലും വളരെ മനോഹരമായിരുന്നു. ഇത്രയും നല്ലൊരു ദിവസം എനിക്ക് തോന്നുന്നില്ല. ഇത്രയും നല്ല ഫീൽഡ് സെലക്ട് ചെയ്തതും ഇതിങ്ങനെ തന്നെ ഇരിക്കണമെന്നാണ് എൻ്റെ അടുത്ത വർഷങ്ങളിലുള്ള ഒരു താല്പര്യം. ഇവർ വളരെ എനർജി തരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ 72 വയസ്സ് എനിക്ക് കഴിഞ്ഞു. പക്ഷേ ഇവർ ഓരോരുത്തരും എന്നെ പ്രോത്സാഹിക്കുമ്പോൾ എനിക്ക് ഡബിൾ എനർജി കിട്ടുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇവരെ കൂടെ എല്ലാത്തിലും കൂടും. പിന്നെ ഫുൾ മാരത്തോൺ പങ്കെടുത്തിരുന്നു. 42 കിലോമീറ്റർ ഞങ്ങൾ 6 കിലോമീറ്റർ ഓടിയപ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. വളരെ സന്തോഷം. ശരിക്കും പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന്. അതെ, അത് ടാറിട്ട റോഡല്ല, നല്ല തോടും പാലം. വളരെ സന്തോഷമായി. ഞാനും ഗ്രാമത്തിലാണ്, മുളങ്ങിന്ന് വരുന്നത്. ആറാട്ടുപുഴ അമ്പലത്തിന് അവിടെ വീട്. അത് ഗ്രാമമാണ്. അപ്പം എനിക്ക് വളരെ സന്തോഷമായി ഈ ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ ഈ വയസ്സുകാലത്ത് ഓടാൻ പറ്റിയാൽ. പിന്നെ നിങ്ങളുടെ ഒക്കെ തരുന്ന എനർജി ഉണ്ടല്ലോ, അതാണ് എൻ്റെ സന്തോഷം കേട്ടോ. ഞാൻ ഈ പരിസ്ഥിതി ദിനത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു നല്ല മനോഹരമായിട്ടുള്ള ആമ്പൽപ്പൂക്കളൊക്കെ കണ്ട് ഇങ്ങനെ പുല്ലഴീക്കോട് ഓടാൻ വന്നതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ സൺഡേ ഒരു 80 കിലോമീറ്റർ മൂന്നാറിൽ ഓടി വന്നേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ ദിവസമായതുകൊണ്ട് ഈ മനോഹരിത ഫോട്ടോ കണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഓടാൻ വന്നതാണ്. നല്ലൊരു ഓട്ടമായിരുന്നു. നല്ലൊരു സ്ഥലമാണ്. ശരിക്കും നമ്മുടെ നീക്കിയൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇതിൽ ഓടാൻ പറ്റുക എന്നുള്ളത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ ഇറ്റ് വാസ്. ഓടാൻ പറ്റി. പിന്നെ ഇവിടെ എൻവയോൺമെൻറ്റ് ഡേ ആയതുകൊണ്ട് ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓഫ് റോഡ് റണ്ണ് പോലെ ഉണ്ടായിരുന്നത്. പിന്നെ പാടമായതുകൊണ്ട് പിന്നെ കുറേ കല്ലും ഇവിടെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പേര് അരുമ. ഞാൻ പഠിക്കുന്നത് സരസ്വതി വിദ്യാനികേതൻ. ആക്ച്വലി നമ്മൾ സിറ്റിക്കടുത്ത് തന്നെ ഇത്രയും നല്ല റൂട്ട് കിട്ടുന്നത് വേറെ എവിടെ ഉണ്ടാവില്ല.
ഏകദേശം ഒരു 6 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ കൂടുതൽ ഡിസ്റ്റൻസ് നമ്മൾ അകത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. നല്ല പ്രകൃതിയോട് ചേർന്നുകൊണ്ട് ഒരുപാട് പക്ഷികൾ, പാടത്തോട് ചേർന്നിട്ടുള്ള എല്ലാം ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു റൂട്ടാണ്. ആക്ച്വലി ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് കുറേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ പ്രകൃതിനെ ബാധിക്കാത്ത രീതിക്ക് ഒരുപാട്, കൃഷിനെയും ഇത് ബാധിക്കാത്ത രീതിക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാൻ സാധിക്കും. ഓടുന്ന റോഡല്ലേ? അതെ, ഞാൻ ഇടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു റൗണ്ട് ഞാൻ ഇടയ്ക്ക് ഓടാനും ചെയ്യുന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു റണ്ണ് നടത്താമെന്നുള്ള ഒരു ഐഡിയ തോന്നിയും അപ്പോൾ EAT അതിന് തയ്യാറായിട്ട് വന്നത്. ഇപ്പോൾ ഇത് ടൂറിസം സാധ്യതകൾ ജില്ലയിൽ പ്രൊമോട്ട് ചെയ്യണ അതും കൂടി ഒന്ന് പറഞ്ഞോളൂ സാർ. അതെ, നമ്മൾ ടൂറിസം എവിടെയൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടോ പ്രകൃതിനെയും അവിടുത്തെ ഒരു ലൊക്കേഷനെയും ബാധിക്കാത്ത രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ DTPCയും പഞ്ചായത്തുമായിട്ടൊക്കെ ചേർന്നിട്ട് നമ്മൾ പ്രൊജക്ട്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മുന്നേ ഇവിടെ എനിക്ക് തോന്നുന്നു വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നാന്ന് തോന്നുന്നു. അപ്പോൾ അതേപോലെ തന്നെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിക്ക് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസ്കഷനും മറ്റു കാര്യങ്ങളിലാണ് നടക്കുന്നത്. കയാക്കിങ് അതുപോലത്തെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുഴയ്ക്കലിലെ ടൂറിസം മെച്ചപ്പെടുത്തും. അതെ, ഇതുപോലെ പൊട്ടൻഷ്യൽ വേറെ എവിടെ ഉണ്ടാവില്ല. വെച്ചാൽ സിറ്റിക്ക് അടുത്ത് തന്നെയാണ്. ഇപ്പോൾ നല്ല പ്രകൃതി ഭംഗിയും നല്ല ഒരു ഏതൊരു സമയത്തും ഇപ്പം രാവിലെ നടക്കാൻ, ഇപ്പോൾ ടൂറിസം ഇല്ലെങ്കിൽ തന്നെ ഈ വണ്ടി കൂടെ രാവിലെ ഒന്ന് നടക്കാൻ, ഓടാൻ, സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇപ്പം തന്നെ അതിന് പറ്റിയ സ്ഥലമാണ്. കുറച്ച് ബേസിക് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്താന്നുള്ളത്. ഇപ്പോൾ ടോയ്ലറ്റ് സംവിധാനം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വള്ളമോ അല്ലെങ്കിൽ കയാക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ അതുപോലത്തെ ആക്ടിവിറ്റീസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയോട് അലിഞ്ഞു ചേർന്നുള്ള ഒരു ഓട്ടം തന്നെയായിരുന്നു ഈ പരിസ്ഥിതി ദിനത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് തൃശ്ശൂർ പുഴയ്ക്കൽ മുതൽ പുല്ലഴി വരെയും അതുപോലെ തന്നെ പുല്ലഴിയിൽ നിന്ന് തിരിച്ചും 6 കിലോമീറ്റർ ദൂരത്തിൽ ഈ ഓട്ടം സംഘടിപ്പിച്ചത്. ഇതുപോലുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം.